hello everyone. Welcome to our YouTube channel, The Seasonal Talks. So, നമുക്കിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 100 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് നമുക്ക്. സോ താങ്ക് യു എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് എസ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു നാടൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചായക്കടകൾ തേടി പോവുകയാണ്. അപ്പോൾ ചായക്കടകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുട്ടനാട് ഏരിയയിലാണ് ഞങ്ങൾ തപ്പി ഇറങ്ങുന്നത്. അപ്പോൾ 2-3 സ്ഥലം നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെ ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, എത്ര ഇതിൽ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി അറിഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാം. സോ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് കുട്ടനാട്ടിൽ തന്നെയുള്ള കൈനകരി ഭാഗത്തൊരു കുഞ്ഞു ചായക്കടയുണ്ട്. ആ ചായക്കടയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നല്ല ചൂട് ചായയും കാപ്പിയും കിട്ടിയിട്ടുണ്ട്. കണ്ടതേ സെപ്പറേറ്റ് ഷുഗറും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കോഫി ഡേയിലൊക്കെ വെച്ചാലും നമുക്ക് സെപ്പറേറ്റ് ഷുഗർ പാക്കറ്റ്സ് ഒക്കെ തരില്ലേ, അതേ സെറ്റപ്പ് തന്നെ. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ്സിൽ നല്ല സ്പൂണൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ കണ്ടോ എന്ന് പറഞ്ഞത് കണ്ടിട്ട് എനിക്ക് മറ്റേ കൺട്രോൾ പോയിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് പറയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ബോണ്ട് ട്രൈ ചെയ്യാൻ പോവാം. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന കേട്ടോ. നല്ല നാടൻ ടേസ്റ്റ്. ഇതൊക്കെയാണ് പറയുന്നത് നല്ല നാടൻ ചായക്കടകളിൽ വന്ന് കഴിക്കണമെന്ന് പറയുന്നത്. നമുക്കൊരു പഴംപൊരിയാ. സാധാരണ ബേക്കറികളിലൊക്കെ നമുക്ക് പഴംപൊരി കിട്ടുമ്പോൾ സാധാരണ ഒരു മൊത്തത്തിലൊരു നമുക്ക് കുറച്ച് പഴത്തിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. കാരണം ആ ഒരു കോട്ടിങ് വന്നു കഴിയുമ്പോൾ അത്ര കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല നാടൻ ഫ്ലേവറായ എള്ളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുന്നുണ്ട്. അടുത്തത് വെട്ടുകേക്ക് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ പേരുണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം കേട്ടോ ഈ വെട്ടുകേക്ക്. സാധാരണ ഞങ്ങളുടെ സൈഡിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചുരുക്കം ചില കടകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് 2 കൊണ്ട് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആർക്കും കൊടുക്കാതെ കംപ്ലീറ്റ് കഴിച്ച് തീർക്കണം. ഈ സംഭവം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നിങ്ങളെവിടെയൊക്കെ എന്ത് പേരാന്ന് പറയുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞങ്ങളുടെ ഇവിടെ നിന്ന് മടക്കുന്ന പറഞ്ഞത് ഷുഗർ സൊല്യൂഷനൊക്കെ ഒന്ന് മുക്കി മൊത്തം ഒന്ന് കോട്ട് ചെയ്ത് നല്ല കിടിലൻ നാടനൊരു പലഹാരമാണ്. അപ്പോൾ എനിക്ക് ഇതൊന്നും കഴിച്ചിട്ട് എനിക്കിപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഏതിൽ തുടങ്ങണമെന്നുള്ള. അത്രയ്ക്ക് ടേസ്റ്റി ആകട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ നാടൻ പലഹാരങ്ങളൊക്കെ തേടി നടക്കണമെങ്കിൽ ഇതുപോലുള്ള ചായക്കടകളൊക്കെ തേടി കണ്ടുപിടിച്ച് കഴിക്കേണ്ടത് തന്നെയാണ്. ശരിക്കും എന്താ പറയുക, നമ്മളൊരു ഗ്രാമീണത്തിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ആ ഒരു തെളിവായിട്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് പറഞ്ഞു. ഞങ്ങൾ രാവിലെ അപ്പം, പൊറോട്ട, പിന്നെ പുട്ട്, കറി എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? ചിക്കൻ കാണും, മുട്ട കാണും, കടല, കിഴങ്ങ്. ഇതിനൊക്കെ എത്ര രൂപയാണ് രാവിലത്തെ പലഹാരത്തിനൊക്കെ? രാവിലത്തെ അപ്പമൊക്കെ ആകുമ്പോൾ 5 രൂപ, 5 രൂപ, പൊറോട്ട ആകുമ്പോൾ 7 രൂപ, പിന്നെ കറി ആകുമ്പോൾ 15 രൂപ. 15. എല്ലാ കറിക്കും 15 ആണ്. ചിക്കനൊക്കെ ആകുമ്പോൾ 70 രൂപ. 70 രൂപയ്ക്ക്. കടലൊക്കെ ആകുമ്പോൾ 15, കിഴങ്ങെല്ലാം 15. എല്ലാം 15. ശരി. അപ്പോൾ ഉച്ചകൊണ്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഒരു മീൻകറി കാണും, ഒരു ചെറിയ മീൻ വറുത്തത് കാണും, ഒരു അവിയൽ, തോരന്, അച്ചാർ, 3 കൂട്ടം ഒഴിക്കാൻ. പിന്നെ സെപ്പറേറ്റ് തൈര് കാണും, പപ്പടം കാണും. മീനൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഇലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഓ, ഇലയൂണാണ്. ഓ ശരി ശരി. മീനൊക്കെ ഇവിടുന്ന് കിട്ടുന്ന കടമീനും ഉണ്ട്. ശരി. 4 മണി പലഹാരങ്ങളൊക്കെ ഇവിടെ ആളുകൾ കൂടുതലല്ലേ? എല്ലാം പൊതിഞ്ഞു പോവാ. പൊതിഞ്ഞു പോവാ. 2-3 കൂട്ടം പലഹാരങ്ങൾ. കേക്ക് കാണും, മണ്ട കാണും. ഇതിന്റെയൊക്കെ വിലയൊക്കെ എത്രയാവും ഏകദേശം? ഇപ്പം മണ്ട എന്നൊക്കെ പറയുമ്പോൾ 10 രൂപ. 10 രൂപ. ബാക്കി എല്ലാത്തിനും 8 രൂപ. എല്ലാത്തിനും 8 രൂപ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണല്ലേ ഇതിന്റെ വില? ഇത്രയൊക്കെയാണ് സ്പെഷ്യൽ. ആൾക്കാർ വൈകുന്നേരം ഒക്കെ എങ്ങനെയാ? വൈകുന്നേരത്തോട് കൂടി കുറവാണ്. കുഴപ്പമൊന്നുമില്ല. ഓ ശരി. ഞങ്ങള് 3 പേര് ഇവിടെ ഉണ്ട് കടയില്. ചേട്ടന്റെ പേരെന്താ? രാജു. രാജു. കടയുടെ പേരെന്താ?
പുള്ളി ദേവരാജൻ എന്ന് അറിയപ്പെടുന്നു. ഓ ശരി ശരി. കട ആര് തുടങ്ങി? ചേട്ടൻ തുടങ്ങിയാണോ? ഞാനിവിടുത്തെ പിള്ളേർ അനിയനാ. അനിയനാണ്. ഓ ശരി ശരി. ചേട്ടന്റെ കടയാ? പുള്ളിക്ക് ഇപ്പൊ ഒരു അസുഖമൊക്കെ ആയിട്ട് കഥകോട്ട പിള്ള മോടെ വീട്ടില. ഓ ശരി. പമ്പിന്റെ അകത്തായിട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചായക്കട തേടി അമ്പലപ്പുഴ റൂട്ടിലേക്ക് ഇങ്ങനെ വരാൻ നേരമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഞങ്ങൾ ഇങ്ങനെ കണ്ടത്. ഇത് അത്ര എന്താ പറയാ, കേൾക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സംഭവം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് രാമപുരം ശങ്കരനാരായണമൂർത്തിയുടെ ക്ഷേത്രത്തിന് ഫ്രണ്ടിലായിട്ടാണ്. ഇത് ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത ഇതിന് തൊട്ട് മുന്നിലായിട്ടൊരു കൽവിളക്കുണ്ട്. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ തൊട്ട് മുന്നിലൊരു കൽവിളക്ക്. പക്ഷേ ഇവിടുത്തെ കൽവിളക്കിന്റെ ഒരു ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും ഒരു സൈഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതെന്താ കാരണം എന്നുള്ളതിനുള്ളതും വ്യക്തമായിട്ടൊരു ഇതില്ല. പക്ഷെ എന്നാലും ഇതൊരു അത്ഭുതമായിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണാം. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ആ അമ്പലത്തിന്റെ കറക്റ്റ് സെന്റർ പോർഷനിലായിട്ടാണ് ആദ്യം ഇത് വെച്ച സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിപ്പോ നീങ്ങി ഇപ്പൊ കുറച്ചിപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ അത്ഭുതം. ഈ ഒരു കൽവിളക്കിന്റെ കറക്റ്റ് സെന്റർ പോർഷനിൽ നിന്നൊരു സംഭവമാണ് ഇപ്പൊ മാറി ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സത്യം പറഞ്ഞ ഒരു ഐതിഹ്യമാണ്, ഒരു അത്ഭുതമാണ്, ഭഗവാന്റെ ശക്തിയാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യും. നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതിയോ. ഇനി ഇതിനടുത്തായിട്ട് കരിമാടിക്കുട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. നിങ്ങൾക്കൊക്കെ അത് കേൾക്കാൻ നേരം പെട്ടെന്ന് വൈകിട്ട് വരുന്നത് നമ്മുടെ മണിച്ചേട്ടന്റെ ഫിലിമായിരിക്കും. പക്ഷെ ഇതൊന്നുമല്ല, ഇവിടെ അടുത്തൊരു ബുദ്ധപ്രതിഷ്ഠയാണ് നമ്മുടെ കരിമാടിക്കുട്ടൻ എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ഈ അമ്പലപ്പുഴക്കാരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് കയറി കണ്ടിട്ട് വരാം. നമ്മൾ മുന്നേ പറഞ്ഞ ആ ബുദ്ധപ്രതിമയുടെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞൊരു ഹിസ്റ്ററി മൈൽ സ്റ്റോൺ തന്നെയാണ്. കാരണം ഇത് നമ്മളുടെ കേരള ഏൻഷ്യൻ മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് പ്രകാരം പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു മോണുമെന്റ് ആണ്. ഇതിന്റെ പകുതി ഫോമേ ശരിക്കും നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. കാരണം ബാക്കി പകുതി ആന കുത്തിമറിച്ചു എന്നുള്ളതാണ് കേട്ടറിവ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈറ്റ് സീയിങ്ങിനും ബെസ്റ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് വന്നിരിക്കാനും കുറച്ച് നേരം നമുക്കൊരു പ്ലസന്റ് ഫീൽ കിട്ടാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയൊക്കെ കുറേ സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലൊരു ആറാണ്. നമുക്ക് അവിടെ അടിപൊളിയായിട്ട് നമുക്ക് റോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ നമ്മളിത് കുട്ടനാട്ടിലല്ല വേറൊരു ചായക്കടയിൽ എത്തിയിരിക്കുക. ഇത് നെടുമുടി കൊട്ടാരം എന്നൊരു സ്ഥലത്താണ്. എൻ്റെ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട്. ആ ഒരു നിസ്റ്റാൾജിയുടെ പുറത്തൊക്കെ പേര് കണ്ടുപിടിച്ച് വന്നു. അപ്പൊ ഞങ്ങൾക്ക് പഠിച്ചിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ 4 മണി സമയത്ത് ഇങ്ങനെ ചില്ലുംകൂടിലൊക്കെ ഒരുപാട് പലഹാരങ്ങൾ, ഉള്ളിവട, പഴംപൊരി, അതുപോലെ തന്നെ പരിപ്പുവട, അതൊക്കെ കല്ലിലടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ കടയിലൊക്കെ പോലെ ഗ്രൈൻഡറിലൊന്നും വെച്ചിട്ടില്ല, കൈകൊണ്ട് കല്ലയിൽ അടിച്ചുണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളാണ്. അപ്പം ആ ഒരു നൊസ്റ്റാൾജിയുടെ പുറത്ത് ഞാൻ പേര് കണ്ടുപിടിച്ച് വന്നാണ് ഇപ്പൊ ഇവിടെ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ബോണ്ട ഉണ്ട്, പിന്നെ മുട്ടക്കേക്ക് ഉണ്ട്, എനിക്ക് വെട്ടുകേക്ക് എന്നൊക്കെ പറയും, പിന്നെ മടക്കുണ്ട്, പിന്നെ നല്ലൊരു ചൂട് ചായ. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ടുള്ള ആ ഒരു ആഗ്രഹത്തോട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ എന്തെന്ന് പറയാം. എന്താ നാച്ചുറൽ ടേസ്റ്റ്. ഇതൊക്കെ സത്യം പറഞ്ഞ് ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നാടൻ ചായക്കട, ഇതുപോലത്തെ ചായക്കടകൾ തേടി കണ്ടുപിടിച്ചതാണ്. എന്നാലും നമുക്ക് ഒരു നാച്ചുറൽ ടേസ്റ്റിങ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിന് മടക്കുന്ന കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത്? ഈ വെട്ട് കണ്ടി കളർ കാണുന്നൊക്കെ മറിയാം. അപ്പൊ എന്താ ഭംഗി.
എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അതെങ്കിലൊക്കെ വെള്ളം കമന്റിൽ ചോദിച്ചാൽ മതിയോ? ഞാൻ ലൊക്കേഷൻസ് കൃത്യമായിട്ട് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. നാടൻ ചായക്കടകൾ തേടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പൊ. അപ്പോൾ നമ്മൾ പോയ ചായക്കടകളിലൊക്കെ നമ്മൾ അത്യാവശ്യം ബോണ്ട, അതുപോലെ തന്നെ മടക്ക്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ അത്യാവശ്യം എല്ലാ ബേക്കറീസിലും കഫേസിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. എങ്കിൽ പോലും ഈ നാടൻ ആംബിയൻസിൽ അതുപോലത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നാടൻ പഴയ നാടൻ ടൈപ്പ് ചായക്കടകൾ തേടിയുള്ള യാത്രയായിരുന്നു. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ പഴയ ചായക്കടകളൊക്കെ പൊടിച്ചു മാറ്റി പുതിയ ചായക്കടകൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എനിക്ക് കാണിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു മണ്ടേ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. അത് ഒരു ചായക്കട പലഹാരമാണ്, പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ പറ്റില്ല. അത് ഉറപ്പായിട്ട് ഞാൻ എനിക്കൊരു വീഡിയോയിൽ കാണിച്ചു തരാം നെക്സ്റ്റ് ആയിട്ട്. പിന്നെ പോയ വഴിക്ക് നമ്മൾ യാദൃശ്ചികമായിട്ട് 2 സ്ഥലങ്ങൾ കണ്ടു. ഒന്ന് ചലിക്കുന്ന കൽവിളക്കും, മറ്റൊന്ന് കരുമാടിക്കുട്ടൻ. അപ്പോൾ പൊതുവെ കേരളത്തിൽ ബുദ്ധപ്രതിഷ്ഠകൾ കുറവാണ്. അപ്പോൾ നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിൽ ഇതുപോലത്തെ ഒരു സ്ഥലം ഇത്ര ഫേമസ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിന് ഒരുപാട് പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതിയാവും. നമ്മൾ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. നമുക്കിപ്പോൾ ഒത്തിരി പേര് വ്യൂവേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായേനെ. ആൻഡ് താങ്ക് യു സോ മച്ച്.